ഓം ശാന്തി. മനഃശാസ്ത്രമനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് ഏത് ചിന്തയുമായിട്ടാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതാണ് ആ വ്യക്തിയുടെ സ്വഭാവവും അനുഭവമായിട്ട് മാറുന്നത്. അതായത് അനുഭവവും സ്വഭാവവും നമ്മൾ രൂപീകരിക്കുന്നത് നമ്മൾ ഏതു ചിന്തകളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് വളരെ പ്രോബ്ലമാണ്, എനിക്ക് സമയം പോരാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നീ ചിന്തകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും അതിൻ്റെ ഫലമായി മനസ്സ് തളരുകയും ചെയ്യുന്നു. പക്ഷേ ആത്മബോധം നമ്മെ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പരാജയങ്ങളുടെ അടിമയല്ല, ഞാൻ സാഹചര്യങ്ങളുടെ ഇരയല്ല, ഞാൻ ഈശ്വരന്റെ സന്താനമായ ആത്മാവാണ്. എൻ്റെ ഉള്ളിൽ സമാധാനവും ശക്തിയും ഇതിനകം തീർച്ചയായിട്ടും നിറഞ്ഞിട്ടുണ്ട്. ഈയൊരു ബോധത്തിൽ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ആ പാനിക്കായിട്ടുള്ള അലച്ചിൽ ഇല്ലാതെയാകും. ശരീരബോധം പലപ്പോഴും എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിപ്പിക്കുമ്പോൾ ആത്മബോധം ചിന്തിപ്പിക്കുന്ന എന്താണ്? ഇപ്പോഴും എന്നിൽ എന്തെല്ലാം നഷ്ടപ്പെടാതെ ബാക്കിയുണ്ട് എന്നാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇനി എന്താണോ എൻ്റെ ഉള്ളിൽ ഇനിയും നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കും. അതായത് ആത്മബോധം തന്നെയാണ് മനസ്സിൻ്റെ യഥാർത്ഥമായ ചികിത്സ. ഓം ശാന്തി.